ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. എല്ലാവർക്കും നമസ്കാരം. ശ്രീമദ് നാരായണീയം ദശകം 5 വിരാട് പുരുഷോൽപത്തി. ഇതിൻ്റെ വൃത്തം ശാർദൂല വിക്രീഡിതം. ശ്രീമദ് ഭാഗവതം ദ്വിതീയ സ്കന്ധത്തിലെ 5-ാമത്തെ അധ്യായത്തിലെ 21 മുതൽ 35 കൂടിയുള്ള ശ്ലോകങ്ങളിൽ പ്രതിപാദിച്ചിരിക്കുന്ന വിരാട് പുരുഷോൽപത്തിയാണ് ഈ ദശകത്തിൽ സംഗ്രഹിച്ചിട്ടുള്ളത്. ഒന്നാമത്തെ ശ്ലോകം നോക്കാം. വ്യക്താവ്യക്തമിദം ന കിഞ്ചിദഭവത് പ്രാക്പ്രാകൃതപ്രക്ഷയേ മായായാം ഗുണസാമ്യരുദ്ധവികൃതോ ത്വയ്യാഗതായാം ലയം നോ മൃത്യുശ്ച തഥാമൃതം ച സമഭൂന്നാനോ നരാത്രേ സ്ഥിതി തത്രൈകസ്ത്വമശിഷ്യതാ കില പരാനന്ദപ്രകാശാത്മനാ. വ്യക്താവ്യക്തമിദം, വ്യക്തം അവ്യക്തം ഇതാണ്. വ്യക്താവ്യക്തമിദം ന കിഞ്ചിത് അഭവത് പ്രാക് പ്രാകൃത പ്രക്ഷയേ മായായാം ഗുണസാമ്യരുദ്ധ വികൃതോ ത്വയ്യാഗതായാം ലയം നോ മൃത്യുശ്ച തഥാമൃതം ച സമഭൂന്നാനൂന രാത്രി. സമഭൂത് അന്നഹ ന രാത്രേഹേ സ്ഥിതി തത്രൈകസ്ത്വം സ്ഥിതിഃ തത്ര ത്വം ഏകഃ ത്വം അശിഷ്യതാഃ കില പരാനന്ദപ്രകാശാത്മനാ. വ്യക്താവ്യക്തമിദം ന കിഞ്ചിദഭവത് പ്രാക്പ്രാകൃതപ്രക്ഷയേ മായായാം ഗുണസാമ്യരുദ്ധ വികൃതോ ത്വയ്യാഗതായാം ലയം നോ മൃത്യുശ്ച തഥാമൃതം ച സമഭൂന്നാനോ നരാത്രേ സ്ഥിതി. സമഭൂത് അന്നഹ, അതാണ് നമ്മുടെ സമഭൂന്നാനോന രാത്രേ സ്ഥിതി തത്രൈകസ്ത്വം അശിഷ്യതാ കില പരാനന്ദപ്രകാശാത്മനാ. പ്രാക് പ്രാകൃത പ്രക്ഷയേ, പണ്ട് അതായത് മഹാപ്രളയത്തിങ്കൽ മായായാം ഗുണസാമ്യരുദ്ധ വികൃതോ, മായ ഗുണസാമ്യത്താൽ തടുക്കപ്പെട്ട വികാരമുള്ളതായിട്ട് ത്വയി ലയം ആഗതായ, അങ്ങയിൽ ലയത്തെ പ്രാപിച്ചതായി തീർന്നപ്പോൾ വ്യക്താവ്യക്തം വിധം, വ്യക്തം പറയുമ്പോൾ സ്ഥൂലം, അവ്യക്തം സൂക്ഷ്മം, അതാണ് സ്ഥൂലമായിട്ടും സൂക്ഷ്മമായും ഉള്ള ഇത് ഈ പ്രപഞ്ചം കിഞ്ചിത് ന അഭവത് ഒട്ടും തന്നെ ഉണ്ടായിരുന്നില്ല. തഥാ മൃത്യുഹൂച്ച, അക്കാലത്ത് മൃത്യു പറയുമ്പോൾ സംസാരമോ, അമൃതം ജനോ അമൃതമോ, അമൃതം പറയുമ്പോൾ മോക്ഷം, സംസാരം ഉണ്ടായിരുന്നില്ല, മോക്ഷം ഉണ്ടായിരുന്നില്ല എന്നർത്ഥം. നോ സമഭൂത് ഒന്നും ഉണ്ടായിരുന്നില്ല. അന്നഹ സ്ഥിതിന, പകലിൻ്റെ സ്ഥിതിയില്ല. ന രാത്രിഹി, രാത്രിയുടെ സ്ഥിതിയുമില്ല. പിന്നെ തത്രത്വം, ദിനരാത്രങ്ങളില്ല. പരാനന്ദ പ്രകാശാത്മന, ആ കാലഘട്ടത്തിൽ അവിടുന്ന് പരമാനന്ദ സ്വരൂപനായും ഏകനായി, പരാനന്ദ പ്രകാശാത്മക പറയുമ്പോൾ പരമാനന്ദ സ്വരൂപനായിട്ടും പ്രകാശസ്വരൂപനായും ഏകനായി, അതായത് ഒറ്റയ്ക്ക് അശിഷ്യതാകില അവശേഷിച്ചു പോയി. ഗുണസാമ്യരുദ്ധ വികൃതി, ഗുണസാമ്യം അതായത് സത്വരജ തമസ്സുകൾ ഒരേ അളവിൽ വരിക എന്നതാണ്. അത് സംഭവിച്ചാൽ മായയ്ക്ക് പിന്നെ ഒരു ചേഷ്ടയും ഉണ്ടാവില്ല. കില എന്നതിവിടെ പ്രസിദ്ധിയെ യോജിപ്പിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിച്ചിരിക്കുകയാണ്. പണ്ട് അതായത് മഹാപ്രളയത്തിങ്കൽ മായ ഗുണസാമ്യത്താൽ തടുക്കപ്പെട്ട വികാരമുള്ളതായിട്ട് അങ്ങയിൽ ലയത്തെ പ്രാപിച്ചതായി തീർന്നപ്പോൾ സ്ഥൂലമായും സൂക്ഷ്മമായും ഉള്ള ഈ പ്രപഞ്ചം ഒട്ടും തന്നെ ഉണ്ടായിരുന്നില്ല. അക്കാലത്ത് മൃത്യുവോ സംസാരമോ അമൃതമോ, അമൃതം പറയുമ്പോൾ മോക്ഷമോ ഉണ്ടായിരുന്നില്ല. പകലിൻ്റെ സ്ഥിതിയില്ല, രാത്രിയുടെ സ്ഥിതിയുമില്ല, ദിനരാത്രങ്ങളില്ല. ആ കാലഘട്ടത്തിൽ അവിടുന്ന് പരമാനന്ദ സ്വരൂപനായും പ്രകാശസ്വരൂപനായും ഏകനായി അവശേഷിച്ചുപോയി. വ്യക്താവ്യക്തമിദം ന കിഞ്ചിദഭവത് പ്രാക്പ്രാകൃത പ്രക്ഷയേ മായായാം ഗുണസാമ്യരുദ്ധ വികൃതോ ത്വയ്യാഗതായാം ലയം നോ മൃത്യുശ്ച തഥാമൃതം ച സമഭൂന്നാനോ നരാത്രേ സ്ഥിതി തത്രൈകസ്ത്വമശിഷ്യതാ കില പരാനന്ദപ്രകാശാത്മനാ. വ്യക്താവ്യക്തമിദം ന കിഞ്ചിദഭവത് പ്രാക്പ്രാകൃത പ്രക്ഷയേ
മായായാം ഗുണസാമ്യരുദ്ധവികൃതോ ത്വയ്യാഗതായാം ലയം നോ മൃത്യുശ്ച തഥാമൃതം ച സമഭൂന്നാനോ ന രാത്രി സ്ഥിതി തത്രൈകസ്ത്വമശിഷ്യതാ കില പരാനന്ദപ്രകാശാത്മനാ വ്യക്താവ്യക്തമിദം ന കിഞ്ചിദഭവത്പ്രാക്പ്രാകൃതപ്രക്ഷയേ മായായാം ഗുണസാമ്യരുദ്ധവികൃതോ ത്വയ്യാഗതായാം ലയം നോ മൃത്യുശ്ച തഥാമൃതം ച സമഭൂന്നാനോ ന രാത്രി സ്ഥിതി തത്രൈകസ്ത്വമശിഷ്യതാ കില പരാനന്ദപ്രകാശാത്മനാ സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ.